പൊന്നാനിലെ CPM-ന്റെ സ്ഥാനാർത്ഥി സക്കീർ. പൊന്നാനി UDF. സാധ്യത ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഉണ്ട്. LDF ആയിരിക്കും മിക്കവാറും. പൊന്നാനി സംശയമില്ലല്ലോ UDF. പൊന്നാനില് സക്കീർ. ഞാൻ BJPക്ക് വോട്ടിടാൻ പോകും. പൊന്നാനിലെ CPM-ന്റെ സ്ഥാനാർത്ഥി സക്കീർ ജയിക്കും. ഉറപ്പാണ്. അമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ ആ കാര്യത്തിൽ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസന കാര്യങ്ങളും നോക്കിയാൽ മതിയല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ വികസനങ്ങളും കാര്യങ്ങളും ചെയ്തിട്ട് സക്കീർ തോൽക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. പൊന്നാനില് സക്കീർ. ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആണോ? ടൈറ്റ് തന്നെ. കട്ടകൾ മത്സരമാണ് ഇപ്പം. ഒന്നും പറയാൻ പറ്റില്ല. പൊന്നാനിൽ നൗഷാദ് അലി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയില്ല, ജയിക്കും. കാരണം പൊന്നാനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയിരിക്കുന്നു. നല്ല വികസന കാഴ്ചപ്പാടുള്ള ഒരാളാണ് അയാൾ. പിന്നെ ഇപ്പോൾ ഒരു മാറ്റം ആരും ആഗ്രഹിക്കില്ലേ. 10 വർഷം കൊണ്ട് കേരളത്തിൽ എന്താ കാട്ടിക്കൂട്ടിയെന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ അറിയണതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു കോൺഗ്രസ്സിന് ഭരണം വേണം. നല്ല നല്ല പദ്ധതികളൊക്കെ അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് തന്നെ 5 ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല ജനങ്ങൾക്ക് തന്നെ. ഒരു 25 ലക്ഷം ഉൾപ്പെടെ ആരോഗ്യ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലല്ലേ. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടാവും. ഈ 10 കൊല്ലമായിട്ട് അഴിമതി ആരുമില്ലല്ലോ. ഒരു മന്ത്രിമാരെ പുറത്താക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. പിന്നെ എങ്ങനെ പ്രതിപക്ഷത്ത് വോട്ട് കൊടുക്കുക? സാധ്യത ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഉണ്ട്. അതായത് LDF-നും UDF-നും ഉണ്ട്. UDF ഒരു ചിലപ്പോൾ ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. എല്ലാവരും പറയണപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ അഴിമതിയും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നൊരു സംശയമുണ്ട്. പിന്നെ ഇവിടെ വരേണ്ടത് എല്ലാവരും 2 വോട്ടിന് മാത്രം വിജയിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഇനി മറ്റേ ആൾക്കാരും വരട്ടെ, BJP-യും വരട്ടെ. എന്നിട്ട് ഇവിടെ അവരെ ഭരണം എന്താണെന്നെല്ലാം കൂടി അറിയണം. അത്രയും ഒരു തരംഗം UDF-ന് അനുകൂലമാണ് അല്ലേ? ചേട്ടൻ എന്താ തോന്നുന്നേ? വിചാരിക്കണേ. അതിനെപ്പറ്റി അറിയില്ല. ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് മാത്രം ഈ പെൻഷനും കാര്യങ്ങളും ബാക്കി നികുതിയും മറ്റേതൊക്കെ കൂട്ടി കൊണ്ടുവരാം. അപ്പം മതിയായി. ഏകദേശം UDF വരണമെന്നാണ് ആഗ്രഹം. ജയിക്കണവരെ കൂടെ നമ്മളും ഉണ്ടാവും. ജയിക്കണ ആരാണോ? ഓക്കെ. ആരെയൊക്കെട്ടാ കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും? BJP-ക്ക് ഒരു ഭൂരിപക്ഷം കുറച്ച് കൂടുതൽ നിലനിർത്താൻ പറ്റുമോ? പറ്റും. LDF ആയിരിക്കും മിക്കവാറും. സക്കീർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. നല്ല പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. പറയണവർക്ക് പലതും പറയാം. നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഇപ്പോൾ പിണറായി വിജയന്റെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുഴപ്പമില്ല. ഒരുപാട് വികസനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്താലും അതിവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവർക്കും എല്ലാതും കിട്ടുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഞാൻ BJPക്ക് വോട്ടിടാൻ പോകും. ഇപ്രാവശ്യം സക്കീർ ഉറപ്പാണ്. വികസനം ഇല്ലേ, വോട്ടില്ലേ, മെട്രോ വരാൻ പോണത്, പെൻഷൻ 3000 ആവാനാ പോണത്. ഇതിനെന്ത് പോകണം? പൊന്നാനി UDF നൗഷാദ് അലി കൊണ്ടുപോകും. വോട്ട് പ്രാവശ്യം നൗഷാദ് അലിക്കാണോ? ഓക്കെ. UDF ജില്ലയിൽ UDF 16 ലീഡ് ചെയ്യും. ഓക്കെ. പൊന്നാനി ആര് ജയിക്കും? പൊന്നാനി സംശയമില്ലല്ലോ UDF. വേറെന്താ അതിൻ്റെ ഒരു മാറ്റമില്ലല്ലോ.
പൊന്നാനി ജയിച്ചെടുക്കല്ലേ, അതിലൊരു വ്യത്യാസം, ഒരു സംശയം വേണ്ട. വേണ്ട, ഉറപ്പാണ് UDF. കൊല്ലം കൊണ്ട് മുക്കുമൂലയിലൊക്കെ ആശുപത്രി ഉണ്ടാക്കി. കരുണാകരൻ ഉള്ളപ്പോൾ ആശുപത്രി കയറണമെങ്കിൽ 5 രൂപ ആദ്യം അടക്കണോ? ഇത് കയറണമെങ്കിലേ ചവത്തിന് കായ് പിടിക്കണോ വാങ്ങിയതാ കാളം ഉണ്ടായില്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ. അപ്പൊ അതല്ല, എല്ലാ മൂലയ്ക്കുണ്ട്. നെയ്തലൂരുണ്ട്, കോട്ടത്തറുണ്ട്, ചെറുവയക്കറുണ്ട്, ഇവിടെ ഉണ്ട്, ദുയ്യത്തുണ്ട്, ഏത് ഭാഗത്ത് വേണ്ട കടവനാടുണ്ട്. ഇപ്പൊ ഏത് രോഗികൾ കെട്ടിക്കിടക്കണ്ട. പിന്നെ ഒരു UDF-കാർ പറ 10 കൊല്ലം ഭരിച്ചു എന്ത് ഇവിടെ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഒരു 10 കൊല്ലം LDF ഭരിച്ച് ഒരു ഇല്ല ഇവിടെ, വികസനം ഇല്ല. ഒരു വികസനം ആകെ പൊന്നാനി ഒരു MLA പറഞ്ഞാല് ഒരു ബസ് സ്റ്റോപ്പ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. മോന് സ്പീക്കർ മൂപ്പര് കുറച്ച് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ UDF ജയിക്കും. നൗഷാദ് അലി ജയിക്കും. BJP ജയിക്കും. മനീഷ് ജനകീയോ? ജയിക്കും. കാരണം ആളിവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. അത് കാരണം BJP-യുടെ കൗൺസിലറാണ്. അപ്പോൾ ഞങ്ങൾ പാർട്ടി ജയിക്കുന്നല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ കേരളത്തിലൊരു നല്ലൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ചലനം പൊന്നാനിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ BJP തന്നെ പൊന്നാനിയിൽ എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ കേരളത്തിൽ വലിയൊരു ചലനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഒരു നല്ല ന്യൂസിനുള്ള ഒരു ഭാഗം എന്തായാലും ഈ പ്രാവശ്യത്തെ ഇലക്ഷനോട് ഉണ്ടായിരിക്കും. LDF വരും. MK സക്കീർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജയിക്കും. കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാവും? മൊത്തത്തിൽ ജയിക്കും.